എല്ലാവർക്കും നമസ്കാരം മക്കളെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ക്രിസ്മസൊക്കെ ആഘോഷിച്ച് എല്ലാവരുടെ ക്ഷീണമൊക്കെ മാറിയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു പഴയ രുചിക്കൂട്ടാണ്. നമ്മുടെ കാച്ചിൽ എൻ്റെ ഒരു സഹപ്രവർത്തകനായിരുന്ന ഒരാൾ എനിക്ക് തന്നതാണ്. വളരെ രുചിയുള്ള ഒരു കാച്ചിലാണ്. ഇത് ഞാൻ പുഴുങ്ങിയിരിക്കുകയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും 4 മണിക്കലത്തെ ചായക്കടിയായിട്ടും ഒക്കെ ഉപയോഗിക്കാം. അതിനായിട്ട് ഞാൻ മുളകും ഉള്ളിയും പുളിയും കൂടെ ചുട്ടരയ്ക്കുന്ന രീതിയിലുള്ള ചമ്മന്തിയും തയ്യാറാക്കിയിരിക്കുകയെന്ന്. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നമുക്ക് എങ്ങനെ തയ്യാറാക്കിയിരിക്കും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് കിട്ടിയിരിക്കുന്ന കാച്ചിലായത് കണ്ടില്ലേ, ഇതാണ് എൻ്റെ കൂടെ ജോലി ചെയ്തത്. എന്നേക്കാൾ 6 മാസത്തിന് മുമ്പ് പുള്ളി പെൻഷനായി. അപ്പോൾ പുള്ളി തന്ന കാച്ചിൽ ഇത് ഞാൻ ഇന്നങ്ങ് പുഴുങ്ങാമെന്ന് വിചാരിച്ചിട്ട്. ഇത് പുഴുങ്ങി നമുക്ക് പണ്ടൊക്കെ നമ്മൾ പുഴുങ്ങുന്ന പോലെ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ പിന്നെ ഈ കാച്ചിൽ പുഴുങ്ങി പിന്നെ ഇതുപോലെ തന്നെ മുളക് ഉടച്ച് ഉള്ളി മുളകും എല്ലാം കൂടെ ഉടച്ച് കഴിക്കുമായിരുന്നു. ആ ഒരു ഓർമ്മ. അപ്പോൾ ഇന്നലെ എന്നോട് പുഴുങ്ങുമ്പോൾ നമ്മൾ ഉപ്പിട്ട് പുഴുങ്ങരുതെന്ന്. കാച്ചിൽ പുഴുങ്ങും ഉപ്പിട്ട് പുഴുങ്ങിയാൽ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവും. അതുകൊണ്ട് കാച്ചിൽ വെന്തതിന് ശേഷം ഉപ്പ് കുടഞ്ഞിട്ട് ഇങ്ങനെ കുടഞ്ഞോടെ നിന്നോന്ന്. അങ്ങനെയാണോ അതെനിക്കറിയില്ല. ഞാൻ അറിയാം, പുള്ളി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ശരിയാ, പണ്ടൊക്കെ അമ്മയൊക്കെ അങ്ങനെ ഇങ്ങനെ കുടഞ്ഞിട്ട് ഞാൻ ഓർക്കുന്നു. പക്ഷെ ഞാൻ പുഴുങ്ങുമ്പോൾ പലപ്പോഴൊക്കെ ഈ ചേമ്പൊക്കെ നമ്മൾ കിട്ടുവാണെങ്കിൽ പുഴുങ്ങുമ്പോൾ നമ്മൾ ഉപ്പിട്ടായിരുന്നു വാർക്കുന്നത്. അപ്പം പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഉപ്പിട്ട് വാർക്കരുത്, ഉപ്പിട്ട് വാർത്താൽ ഇങ്ങനെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവുകൊണ്ട് വെന്തതിന് ശേഷം ഇങ്ങോട്ട് എല്ലാവരും അങ്ങനെയാണോ ചെയ്യുന്നത്. അപ്പം ഞാനിത് ചെത്തി ഇത് കണ്ടിച്ച് നമ്മളിങ്ങനെ കണ്ടില്ലേ, ഇതിങ്ങനെ വട്ടം കണ്ടിച്ച് പുള്ളിയുടെ വീട്ടിലുണ്ട്, ഒത്തിരി ഉണ്ട് കേട്ടോ, ഇത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ടിൻറ്റുമോൻ്റെ പെങ്ങൾ പ്രസവിച്ചായിരുന്നു. ഞങ്ങളുടെ ചേട്ടൻ്റെ വീട്ടിലാണ് പട്ടി ഉള്ളത്. അപ്പോൾ അതിനെ കൊണ്ട് കളയണമെന്നും പറഞ്ഞ് അവരിയ്ക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ട് കളയരുത്, കൊണ്ട് കളഞ്ഞാൽ അതുങ്ങൾ തെരുവിലൊക്കെ കടന്ന് പോകത്തില്ലയോ. അപ്പം ഞാനിങ്ങനെ വെച്ചിരുന്ന ആർക്കെങ്കിലും കൊടുക്കും. അപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന പുള്ളി എന്നോട് ചോദിച്ച് ഇതുപോലെ പട്ടി കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ കൊണ്ടൊരു ആൺപട്ടിയെ കൊടുത്തു. ആൺപട്ടിയെ കൊണ്ട് കിടന്ന പുള്ളിക്ക് ഒരു പെൺപട്ടിയും കൂടെ വേണം. അത് ഈ പട്ടി വേണ്ട, ഒരെണ്ണം മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഇതിൻ്റെ കൂടുതൽ ആ പെൺപട്ടിയും കൂടെ ഇന്നലെ കൊണ്ട് കൊടുത്തപ്പോൾ തന്നതായത് കേട്ടോ. പുള്ളി എനിക്ക് സന്തോഷത്തിനായിട്ട് കാച്ചിൽ തന്ന്, അതുപോലൊരു കൊല തന്ന്, അങ്ങനെയൊക്കെ തന്നു. അപ്പോൾ അത് ഇന്നൊന്ന് പുഴുങ്ങാമെന്ന് ചെയ്തു. നമ്മളങ്ങനെ ഇവിടെ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ വർഷം കണ്ട് 1-2 കാച്ചിലുണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്നെ പറ്റിച്ച് കാച്ചിലൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇത് ഞാൻ ചെത്തിയെടുക്കാം, മൊത്തം ചെത്തിയെടുത്ത് നമുക്ക് ഇത് പുഴുങ്ങി നമുക്ക് കഴിക്കാം. അപ്പം ഇതെല്ലാം കൂടെ ചെത്തിയെടുക്കട്ടായിരുന്നു. അപ്പോൾ പണ്ടൊക്കെ എല്ലാവരും പറയും ചേന ചെത്തുമ്പം ഉടയവനും ചെത്തണം, കാച്ചിൽ ചെത്തുമ്പോൾ വല്ലവരെയും കൊണ്ട് ചെത്തിക്കണം. കാരണം അവരങ്ങ് വല്ലവരും ചെത്തുമ്പോൾ ഡീപ്പായിട്ട് ചെത്തും, ആഴത്തിൽ ചെത്തി കളയും. അപ്പോൾ കാച്ചിൽ ആഴത്തിൽ ചെത്തിയില്ലെങ്കിൽ അതിങ്ങനെ കൂനും ഇതുപോലൊക്കെ ഇരിക്കും. അതേസമയത്ത് ചേനയാകുമ്പോൾ അത് ഗുണമുള്ള സാധനം, അത് ആഴത്തിൽ ചെത്തില്ല. അപ്പോൾ അത് നമ്മൾ ആരെ കൊണ്ട് ചെത്തിക്കരുതെന്ന് പറയും. അപ്പോൾ കാച്ചിലാവും വല്ലവരെ കൊണ്ട് ചെത്തിക്കണം. അങ്ങനെയാണോ? അറിയാവോ അതിനൊക്കെ? അപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇതിനെ കഴുകി നമ്മൾ കലത്തിലിട്ട് വേവിക്കാൻ പോകും, വേവിച്ചിട്ട് കാണിക്കും. അപ്പോൾ അതിൻ്റെ ഇതേ രീതിയിൽ അധികം വെള്ളം വെക്കരുതെന്നാണ് പറയാറ് കേട്ടോ. ഇത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഇതിൻ്റെ ആവിക്കകത്ത് കിടന്ന് വേവണമെന്നാണ് പറയാറ് പണ്ടാലും. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഈ മങ്കലത്തിലിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കാച്ചിൽ കഴിക്കാനായിട്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുമല്ലോ പണ്ടൊക്കെ. അടുപ്പിലിട്ട് മുളകും ചെറിയ ഉള്ളി എല്ലാം കൂടെ ചുട്ടെടുത്ത് അരക്കല്ലോ. ഇപ്പം നമുക്ക് അടുപ്പൊന്നും അങ്ങനെ ഇല്ലല്ലോ, എപ്പോഴും നമ്മളാരും അടുപ്പ് കത്തിക്കത്തില്ല, അപ്പം ഗ്യാസല്ലേ. അത് തന്നെയല്ല, നമ്മൾ അടുപ്പിലെ ചാരമൊന്നും നമ്മൾ കഴിക്കരുതെന്നാണ് പറയാറ്. കാരണം അത് നമ്മുടെ ശരീരത്തിന് വളരെയേറെ ദോഷം ചെയ്യും. അതുകൊണ്ട് നമ്മളിത് അടുപ്പിലൊന്നും എടുക്കാൻ പോകുന്നില്ല, അടുപ്പ് കത്തിച്ചിട്ടുമില്ല. നമ്മളിത് എണ്ണയ്ക്കകത്ത് വറുത്ത് കോരിയെടുക്കുകയാണ്. പണ്ടൊക്കെ നമ്മൾ എണ്ണയ്ക്കകത്തൊന്നും വറുത്ത് കോരത്തില്ല. ഇത് അടുപ്പിലിട്ട് ചുട്ട് അരച്ച് നമ്മൾ പുളിയൊക്കെ ആവശ്യത്തിന് ചേർത്ത് അരച്ച് ഉപ്പും ചേർത്ത് അരച്ച് നമ്മളിച്ചിരി പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചങ്ങ് എടുക്കത്തേ ഉള്ളൂ. ഇതിപ്പം നമുക്കിത് നമ്മുടെ കാച്ചിൽ വേകുമ്പോഴത്തേന് നമുക്ക് വറുത്ത് കോരിയെടുത്ത് ചമ്മന്തിയാക്കാം നമുക്ക് നമ്മുടെ കാച്ചിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. കണ്ടില്ലേ നമ്മുടെ കാച്ചിലെല്ലാം ഇങ്ങനെ വെന്ത്
തിളച്ച് ഇങ്ങനെ വരും. ഞാൻ ഇന്നാണ്ട് ഇതുകൊണ്ട് ഈ തവിയുടെ കണ കൊണ്ട് ഇങ്ങനെ അടുക്കി കിടക്കുന്ന എല്ലാം മേളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ അത് ഇളക്കണം കേട്ടോ. ഇത് ഇളക്കില്ല കൊടുക്കണം. നമ്മൾ മറ്റുള്ള ഇതിൻ്റെ കൂട്ടല്ല. ഇങ്ങനെയുള്ള നടുധാന്യങ്ങളൊക്കെ വേവിക്കുമ്പോൾ നമ്മൾ അടിക്ക് വെള്ളം തിക്കത്തിട്ട് അടിക്ക് വെള്ളം നിൽക്കത്തക്ക രീതിയിൽ വെച്ചിട്ട് ഇതേ രീതിയിൽ ഇളക്കി കൊടുക്കണമെന്നാണ് പറയുന്നത്. ഞാൻ കേട്ടിട്ടുള്ളതും അങ്ങനെയാണ് കേട്ടോ. എൻ്റെ അമ്മയൊക്കെ പണ്ട് ചെയ്യുന്നതാണ്. ഞാനിങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. സത്യം പറയാം, നമുക്ക് സത്യം പറയാൻ സമയം കിട്ടിയിട്ടുമില്ല. നമ്മളിങ്ങനെയൊന്നും ചെയ്താൽ കഴിക്കാനും ആരുമില്ല. നമ്മൾ അണുകുടുംബങ്ങളല്ലേ. പണ്ടൊക്കെ കൂട്ടുകുടുംബം ആകുമ്പോൾ ഇതൊക്കെ ഇഷ്ടംപോലെ വേവിച്ച് ഇഷ്ടംപോലെ കഴിക്കും. ഇപ്പം നമ്മൾ 1, 2, 3 പേര്, ഒരു അച്ഛനും അമ്മയും ഒരു മക്കളും അല്ലേ, ന്യൂക്ലിയർ ഫാമിലി. അതുകൊണ്ട് നമുക്ക് ആർക്കും ഇതൊന്നും വേണ്ട. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒന്നും പുഴുങ്ങിയിട്ടില്ല കേട്ടോ. ഇതൊക്കെ കിട്ടിയാൽ തന്നെ ഞാനങ്ങ് അവിയലാക്കത്തേ ഉള്ളൂ. എനിക്കതാ ഇഷ്ടം. കുഴച്ച് അവിയലാക്കി കഴിക്കത്തേ ഉള്ളൂ. അപ്പോൾ പുഴുങ്ങുന്നത് ഇങ്ങനെ കുറേയൊക്കെ പുഴുങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇടയ്ക്കൊക്കെ, എന്നാലും പുഴുങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കി അടുക്കി ഇടക്കുന്ന മുകളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇളക്കി നമ്മൾ വീണ്ടും അടച്ചു വെക്കണം. അപ്പോൾ നമ്മുടെ കാച്ചിൽ അപ്പുറത്ത് അടുപ്പിലിരുന്ന് വേവുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മുടെ ഈ മുളകും ഉള്ളിയെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മുളകും മൂപ്പിച്ചെടുക്കാം കേട്ടോ. അത് മിസ്സിങ് ആയിരുന്നു, കാണിക്കാൻ പറ്റിയില്ല. അത് ഞാൻ ക്യാമറ ഓൺ ചെയ്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഉള്ളി മൂപ്പിച്ചെടുക്കുകയാണ്. ഇതാ മുളക് മൂപ്പിച്ചെടുത്ത് അത് കാണിക്കാൻ വിട്ടുപോയി, ക്യാമറ ഓൺ ചെയ്തില്ല. അപ്പോൾ ഉള്ളിയെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കിതിനകത്ത് പൊരിയിടാം. ഇതിനകത്ത് നമുക്ക് ആ പുളിയും കൂടെ ഇട്ടാൽ മൂപ്പിച്ചത്. കാരണം ഇത് നമ്മൾ പാക്കറ്റൊക്കെ വാങ്ങിക്കുന്നില്ലേ, പല രീതിയിൽ എങ്ങനെയാണ് ഇത് പാക്ക് ചെയ്യുന്നതെന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാനിത് ഇതിനകത്ത് കൊണ്ടുപോകാം. ഇത് പുളി ഇതിനകത്ത് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ മുളക് ഞെടുപ്പ് കളഞ്ഞിട്ട് ഈ മുളകും പിന്നെ നമ്മുടെ ഉള്ളിയും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കാച്ചിൽ വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് മുന്നെയുള്ള കത്തി കൊണ്ടോ അല്ലെങ്കിൽ പപ്പട കുത്തി ഉപയോഗിച്ചോ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ നമ്മുടെ കാച്ചിൽ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനിയും ഉപ്പ് ചേർത്ത് കൊടുത്ത് കൂട്ടി ഇളക്കി ഇത് വാർത്തെടുക്കാം. കാരണം അല്ലാതെ നമ്മൾ കുടഞ്ഞെടുത്താൽ ചിലപ്പോൾ എല്ലായിടും ഒന്നും കിട്ടിയില്ലെങ്കിലോ. അതുകൊണ്ട് നമ്മൾ ചിലയിടത്തൊക്കെ ഉപ്പ് ഇരിക്കും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഉപ്പിട്ട് കൂട്ടി ഇളക്കി ഇത് നമുക്ക് ഊറ്റിയെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ കാച്ചിൽ വെന്തു. നമുക്ക് ഈ പാത്രത്തിലോട്ട് കുടഞ്ഞിടാം. നമുക്കിനി ഇതിന് ഉള്ള ചമ്മന്തി അരച്ചുകൊണ്ട് വരാം. ഞാനതെല്ലാം പുറത്ത് വെച്ചല്ലോ, അത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ഇതിനകത്ത് അരച്ചത് എപ്പോഴും ഞാൻ ക്യാമറ ഓൺ ചെയ്യാനങ്ങ് മറന്നു പോകുന്നു. അതുകൊണ്ട് ഇത്രയും നമ്മൾ ഇടിച്ചെടുത്തിട്ടുണ്ട്. ഈ ചട്ടിക്കകത്ത് ഇതിനകത്തിട്ടാണ് ഇടിച്ചെടുത്തത് കേട്ടോ. അതാണൊരു ടേസ്റ്റ്. നമ്മൾ അരച്ചെടുക്കുന്നതിന് നല്ലത്. ഇങ്ങനെ ഇടിച്ചെടുത്തു. ഇനി നമ്മളിതിലേക്ക് നമ്മളിത് വറുത്ത വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതാ ഇത് തന്നെ അങ്ങ് ഒഴിക്കുമോ. കുറച്ച് ശകലം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കഴിക്കാം. ചായയും കൂടെ ചേർത്ത് നമുക്ക് കഴിക്കാം. അപ്പം മക്കളെ, നമ്മുടെ കാച്ചിലിവിടെ വെന്തു. നമ്മൾ കണ്ട് നല്ലൊരു മുളക് ചമ്മന്തി, നമ്മുടെ പഴയകാല ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. രാവിലത്തെ ഒരു കുറച്ച് ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. നന്ദി, നമസ്കാരം.